സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. 2023 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 141/23. ഇതിൽ ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത് PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് നമാമി ഗംഗയാണ്. നമാമി ഗംഗ. ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേര് നമാമി ഗംഗ. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം. 2001 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ വ്യതിയാനം നടന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. യുണൈറ്റഡ് കിങ്ഡം. 2023 ദുബായിലാണ് നടന്നത്. 2023 എവിടെ വെച്ചിട്ടാണ്? ദുബായ്. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? കുഴങ്ങൾ എന്ന സിനിമയ്ക്കാണ്. ഓപ്ഷൻ എ കുഴങ്ങൾ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ പോൾ സക്കറിയാണ്. പോൾ സക്കറിയ. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ. 2022-23 അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. അടുത്ത ചോദ്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം AN-225 മരിയ. AN-225 മരിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളിയാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ്. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. AN ഷംസീർ ആണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഫിഫ വേൾഡ് കപ്പ് 2022 നടന്നത് എവിടെയാണ്? ഖത്തറിലാണ്. ഖത്തർ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫ് ആണ്. സിറിയക് ജോസഫ്. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? സിറിയക് ജോസഫ്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. മലബാർ തീരസമതലം എന്നാണ് കേരളത്തിന്റെ തീരപ്രദേശം അറിയപ്പെടുന്നത്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീരസമതലം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖയാണ് വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായിട്ട് വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. ഉത്തരായന രേഖ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? മാന്നാർ കടലിടുക്കാണ്. മാന്നാർ കടലിടുക്ക്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ദേശീയ ജലപാത 3. ഓപ്ഷൻ സി ആണ് ഉത്തരം. കൊല്ലം കോട്ടപ്പുറമാണ്. ഇപ്പോൾ കൊല്ലം ടു കോഴിക്കോട് വരെയാണുള്ളത്. അടുത്ത ചോദ്യം,
കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവ ധാതു. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു ഏതാണ്? തോറിയമാണ്. തോറിയം. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതുവാണ് തോറിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖലയാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യൻ റെയിൽവേ. വന്ദേ മാതരം എന്ന രാഷ്ട്രീയ ഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആനന്ദമഠമാണ്. ആനന്ദമഠം. നോവൽ ഏതാണ്? ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം 52 സെക്കൻഡാണ്. 52 സെക്കൻഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടന ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതി അനുസരിച്ചിട്ടാണ്. 42ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശമാണ്. ഓപ്ഷൻ ബി, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായിട്ട് ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 86ാം ഭേദഗതിയാണ്. 86ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായിട്ട് ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റുകയും ചെയ്യപ്പെട്ട അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. സ്വത്തവകാശമാണ്. സ്വത്തവകാശം ആദ്യം എന്തവകാശമായിരുന്നു? മൗലിക അവകാശമായിരുന്നു. പിന്നീട് അത് നിയമാവകാശമായിട്ട് മാറുകയാണ് ഉണ്ടായത്. 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32ാം വകുപ്പിനെയാണ്. 32ാം വകുപ്പിനെയാണ് BR അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. 32ാം വകുപ്പ്.
വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 2005 2005 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത്. 2005. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ, മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആണ്. ഓപ്ഷൻ സി, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ഓപ്ഷൻ ഡി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഈ 4 ഓപ്ഷൻസിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. ശരിയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? 22 ജൂലൈ 1947 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. 22 ജൂലൈ 1947. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. ലോഗൻ കമ്മീഷൻ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്. അയ്യനടികൾ തിരുവടികളാണ്. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അയ്യനടികൾ തിരുവടികൾ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നും ചോദിക്കാറുണ്ട്. ആരാണ്? ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ബായ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി ഏതാണ്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി
ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് സ്ഥലമാണ്? മലബാറാണ്. മലബാർ. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്? കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടാണ്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ്? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത് 1891 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത്. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ്? 1891. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം? ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം? പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം? ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ധ്യാൻ ചന്ദാണ്. ധ്യാൻ ചന്ദാണ് ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം. ആരാണ്? ധ്യാൻ ചന്ദ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം ഏതാണ്? പാലക്കാട് ജില്ലയിലെ നിത്യഹരിതവനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്? കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നുമാണ്. വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ നാടുകളെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ഏതിൽ നിന്നുമാണ്? വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ്. കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി? ചൂർണി എന്നറിയപ്പെട്ടത് പെരിയാർ നദിയാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടത് ഏത് നദിയാണ്? പെരിയാർ. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നെയ്തൽ സൂചിപ്പിക്കുന്നത് കടൽ തീരത്തെയാണ്. 5 തിണൈകളിൽ നെയ്തൽ സൂചിപ്പിക്കുന്നത് കടൽ തീരം. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത് ഉമ്മണർ എന്നാണ്. ഉമ്മണർ എന്നറിയപ്പെട്ടിരുന്നത് ഉപ്പ് വ്യാപാരികളാണ്. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉമ്മണർ. അടുത്ത ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ, ഏതിനെയാണ് അവധിനെ വിശേഷിപ്പിച്ചത്? ആരാണ്? ഡൽഹൌസിയാണ്. ഡൽഹൌസിയാണ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് ബെൽഗാം സമ്മേളനത്തിലാണ്. ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷ പദവി വഹിച്ചത്. ബെൽഗാം സമ്മേളനം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? ഗാന്ധിജിയാണ്. ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് ചോദിക്കാം. ഏത് സംഭവമായിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി ആണ്. ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി? സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമി
ദാമിൻ ഇ കോഹ്. ദാമിൻ ഇ കോഹ് സാന്താളർ അധിവസിച്ചിരുന്ന ഭൂമിയാണ് ദാമിൻ ഇ കോഹ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയത് പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻറിക് പ്രഭുവാണ്. വില്യം ബെൻറിക് പ്രഭുവാണ് സതീ സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻറിക് പ്രഭു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്. ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഇനാമലാണ്. ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. 8. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം സി ആണ്. ജീവകം സിയുടെ അഭാവമാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? തന്നിരിക്കുന്നത് കുഷ്ഠം, മലമ്പനി, കോളറ, മന്ത് എന്നിവയാണ്. ഇതിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3 കുഷ്ഠം, കോളറ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? നൈട്രജന്റെ അളവ് 78%. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്രയാണ്? 78%. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര തെങ്ങിൻ്റെതാണ്. ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? തെങ്ങ്. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക വന ദിനം മാർച്ച് 21. മാർച്ച് 21. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ജോൺ ഡാൾട്ടൺ. സിങ്കിന്റെ അയിര് ഏതാണ്? സിങ്കിന്റെ അയിര് കലാമിൻ. സിങ്കിന്റെ അയിര് കലാമിൻ. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഹീലിയമാണ്. ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഓക്സിജൻ. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. വേഗത സമം ദൂരം ഇൻറ്റു സമയം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയല്ലാത്തത്. പ്രവൃത്തിയുടെ യൂണിറ്റ്
ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ISRO. മനുഷ്യന്റെ ശരാശരി ശരീരോഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം. ഫോക്കസ് ദൂരമാണ് F, പവറാണ് P. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം എന്ന് പറയുന്നത് P = 1/F ആണ്. P = 1/F. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 1 മുതൽ തുടർച്ചയായി 21 ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ഓപ്ഷൻ ബി 441. 1000ന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 ഉണ്ടാക്കും? ഓപ്ഷൻ സി 6. 90 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 1 സെന്റിമീറ്ററിൽ എത്ര ദൂരം ഓടും? 25 മീറ്റർ. 6, 8, 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 120. 3:4:5. 6:8:10. രണ്ട് സംഖ്യകളുടെ ലാസാഗു 300 മുസാഗ 10 എങ്കിൽ 10 അവയിൽ ഒരു സംഖ്യ 60 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ബി 50. 1/8 + 1/9 = 1/x ആയാൽ എക്സിന്റെ വില. ഓപ്ഷൻ എ 72/17. √x + √64 = 9.1 ആയാൽ എക്സിന്റെ വില. 1.21. 10:102. 20:402. 90. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 1. 91 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 92. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില 600 ആണ്. 30 പേരുടെ ശരാശരി ഭാരം 60 കിലോഗ്രാം ആണ്. കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റിയപ്പോൾ ശരാശരി ഭാരം 60.5 കിലോഗ്രാം ആയി എങ്കിൽ മാറിയ ആളുടെ ഭാരം എത്രയാണ്? 45.5 കിലോഗ്രാം. 16 മീറ്റർ നീളമുള്ള ഒരു ചരടിൽ നിന്ന് 80 സെന്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? 20. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 59. ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോൺ 5980 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം എത്രയാണ്? 8%. 1, 1, 2, 3, 5, 8 -21 വിട്ടുപോയ സംഖ്യ ഏത്? 13. മാർഗോ എന്നത് 38621 എന്നും കിങ് എന്നത് 4752 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഗോയിങ് എങ്ങനെ എഴുതാം? 21752. ഒരു വാഹനം യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/മണിക്കൂർ വേഗത്തിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം ശരാശരി 20 km/മണിക്കൂർ വേഗത്തിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗം എത്ര മണിക്കൂറാണ്? 24 km/മണിക്കൂർ. അവസാനത്തെ ചോദ്യം. ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകൻ 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഇളയ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോഴുള്ള അച്ഛൻ്റെ പ്രായം എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം 65. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.